ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം ക്രമമായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതിയ ദൂതാണ് നാം പരിശോധിച്ചത്. എന്നാൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതാണല്ലോ സർദീസിന് നൽകിയ സന്ദേശം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭകൾക്കുള്ള സന്ദേശങ്ങൾ ഓരോന്നായി നാം പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക പാറ്റേണിലാണ് കർത്താവ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. സർദീസിനെ കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതൊരു സൈനിക താവളവും വ്യാപാര കേന്ദ്രവും ആയിരുന്നു. അവര് ഉയർന്ന ഒരു പീഠഭൂമിയിലാണ് കോട്ടയൊക്കെ കെട്ടി അവരുടെ ആരാധനാ രീതികളും ഭരണ സംവിധാനങ്ങളും ഒക്കെ വെച്ചിരുന്നത്. അർത്തമീസ് ദേവിയാണ് അവർ ആരാധിച്ചിരുന്നത്. എന്നാൽ അവർ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന, ജീവനുള്ളവരെന്ന് പേരുണ്ട്, എന്നാൽ ജീവനില്ലാത്ത ഒരു സഭയാണ്. അതുകൊണ്ട് അവരിപ്പോൾ ഒരു മോണുമെന്റ് ആയിട്ട്, ഒരു ചരിത്ര സ്മാരകമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ കർത്താവ് തന്നെ അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ, പുതിയ ജീവൻ പകരുവാൻ കർത്താവിന് കഴിയും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി. അവരുടെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞു. പഴയകാല നേട്ടത്തിലും പാരമ്പര്യത്തിലും പുകഴുന്നവരാണ് ഇന്നത്തെ അവസ്ഥ കാണുന്നില്ല എന്ന അവരുടെ കുറ്റം എടുത്തു പറഞ്ഞു. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു. അവർക്ക് ഉപദേശങ്ങൾ നൽകി. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് ഓർത്ത് കാത്ത് മാനസാന്തരപ്പെടുക. ഉണരുക, ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഈ സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഉണർവാണ്. അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ഇവരോട് പറയുകയുണ്ടായി. നമ്മൾ പഠിച്ചത് ഓർക്കുക. ഉണരണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആത്മാർത്ഥമായ ആഴമായ ഒരു അവബോധം നമുക്ക് വേണം. എങ്കിലും ഒരു ശേഷിപ്പ് അവിടെ ഉണ്ട്, ഉടുപ്പ് മലിനമാകാത്ത ഒരു ശേഷിപ്പ്. ആ ശേഷിപ്പിലാണ് പ്രതീക്ഷ ഇരിക്കുന്നത്. അവർ കേട്ട വചനം ഓർക്കുകയും അതനുസരിക്കുകയും ചെയ്യാൻ തയ്യാറാകുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് എളുപ്പമുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനിടയായത്. ഇന്ന് ദൈവം ഈ സഭയ്ക്ക് നൽകിയ വെല്ലുവിളി, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നൽകിയ വെല്ലുവിളി, വാഗ്ദത്തം, ജയിച്ചാൽ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ വരേണ്ടത്. ഇന്നത്തെ ചിന്ത കേന്ദ്രീകരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലാണ്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് അവർക്ക് നൽകിയ വാഗ്ദത്തം നോക്കുക. യോഗ്യന്മാർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. വ്യാപാരത്തോടുള്ള ബന്ധത്തിൽ കമ്പിളി വസ്ത്രങ്ങളാണ് സർദീസ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന് നേരത്തെ പഠിച്ചത് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പിളി വസ്ത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന സർദീസിലെ ജനങ്ങൾക്ക്, അവിടുത്തെ വിശ്വാസികൾക്ക് വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു വാഗ്ദത്തം, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വാഗ്ദത്തമാണ് കർത്താവ് നൽകിയത്.
വെളിപ്പാട് പുസ്തകം തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില്, വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ഒരു മനോഹര ചിത്രം കാണാനായിട്ടും വായിക്കാനായിട്ടും കഴിയുന്നുണ്ട്. ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. തുടർന്ന് വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില്, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില്, അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനപ്രകാരം ജീവിക്കുകയും പാപം മലിനപ്പെടുത്തുന്ന അവസ്ഥ വിടുകയും ചെയ്യുമ്പോൾ ജയിച്ച് വെള്ളയുടുപ്പ് ധരിച്ച് ക്രിസ്തുവിനോട് കൂടെ നടക്കുവാനായിട്ട് കഴിയും. എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് എന്ന് ഓർക്കുക. വീണ്ടും നാം വെളിപ്പാട് പുസ്തകം തുടർന്ന് വായിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിശേഷ വസ്ത്രം ധരിച്ച്, വെള്ള ധരിച്ച് കർത്താവിന്റെ കൂടെ നടക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യം, പദവി, അവകാശം കർത്താവ് മണവാട്ടി സഭയ്ക്ക് നൽകുന്നതിന്റെ ചിത്രം. അതിൽ പങ്കാളികളാണെങ്കിൽ സർദീസിലുള്ള ആളുകളും ഈ തരത്തിൽ അവരുടെ ജീവിതം സൂക്ഷിക്കേണ്ടതാണ്. വെളിപ്പാട് 22-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നാം ചേർത്ത് വായിക്കുമ്പോൾ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വെള്ളം ധരിക്കുന്നതിനായിട്ട് ചിലപ്പോൾ വസ്ത്രം അലക്കേണ്ടതായിട്ട് വരും. വസ്ത്രം അലക്കുക എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡു ഹിസ് കമാൻഡ്മെന്റ്സ്, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോഴാണ് നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നത്. അവന്റെ വചനമാണ് നമ്മളെ കഴുകുന്നത്. കുഞ്ഞാടിന്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രം വെടിപ്പുള്ളതായി തീരണമെങ്കിൽ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് നമ്മുടെ വസ്ത്രം വെള്ളയാകുന്നത്, അത് ശുദ്ധിയുള്ളതായി തീരുന്നത്. 22-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞു, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പം കർത്താവിന്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ജീവിത വിശുദ്ധി അത്യന്താപേക്ഷിതമാണ് എന്നീ വാക്യം വ്യക്തമാക്കുന്നു. നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ഭോഷ്ക് അതിനെ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ഏവനും പുറത്തു തന്നെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ കർത്താവിന്റെ കൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കുന്നത് വളരെ ഭാഗ്യകരമായ അവസ്ഥയാണ്. ഇവിടെ നമ്മൾ എന്ത് ഉടുപ്പ് ധരിച്ചു എന്നുള്ളതല്ല. കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ ശുഭ്രവസ്ത്രധാരികളായി വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് അവന്റെ മണവാട്ടിയായി അവന്റെ കൂടെ നടക്കുന്നതിന്, ഇരിക്കുന്നതിന്, വാഴുന്നതിന് അവൻ നമ്മളെ ക്ഷണിക്കുന്നു. നമുക്ക് ആ കാര്യം ശ്രദ്ധിക്കാം. വീണ്ടും നോക്കുക, കർത്താവ് പറഞ്ഞു, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. റോമാ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് പൗരത്വത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ പൗരനാണ് എന്ന് ഉറപ്പിക്കുന്നതിൽ വലിയ അഭിമാനവും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, റോമാ സാമ്രാജ്യത്തിൽ പൗരത്വ രജിസ്റ്ററും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ വെള്ള ഉടുപ്പ് ധരിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ വചനങ്ങൾ കേട്ട സർദീസിലെ ആളുകൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി കാണും. കാരണം റോമാ പൗരത്വമുള്ള ആളുകൾക്ക് അവരുടെ പേരൊരു രജിസ്റ്ററിൽ ചേർക്കുന്ന രീതി ഉണ്ടായിരുന്നു. ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഈ റോമാ പൗരത്വത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെ നിങ്ങൾ എടുത്തു വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ 24 മുതൽ 30 വരെ ആ വാക്യങ്ങളിൽ പൗലോസ് റോമാ പൗരനായിരുന്നതിന്റെ സവിശേഷതയും താൻ കൈസരെ അഭയം ചൊല്ലിയതിന്റെ പ്രാധാന്യവും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിൽ നമ്മുടെ പൗരത്വം ഉണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിൽ പൗരത്വം ഉണ്ടെങ്കിൽ
സ്വർഗത്തിലെ പൗരന്മാരുടെ പേര് ചേർക്കുന്ന രജിസ്റ്ററാണ് ജീവപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും എന്ന്. വെളിപ്പാട് പുസ്തകം ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ ജീവപുസ്തകത്തിന് വലിയ പ്രാധാന്യം വെളിപ്പാട് പുസ്തകം നൽകുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഇരിക്കുന്നത്. അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിൽ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. 20-ാം അധ്യായത്തിന്റെ തന്നെ 15-ാം വാക്യം വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിൽ പല പുസ്തകങ്ങൾ തുറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ജീവന്റെ പുസ്തകമാണ്. അതിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ തീപ്പൊയ്കയിലേക്ക്, നിത്യനാശത്തിലേക്ക് നാം പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകുക എന്നുള്ളത് സുപ്രധാന കാര്യമാണ്. വെളിപ്പാട് 21-ന്റെ 27 വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, പുതിയ യെരുശലേമിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തില് ഇതുപോലൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ പുതിയ യെരുശലേമിൽ നാം കടക്കണമെന്നുണ്ടെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായിരിക്കണം. അശുദ്ധമായതോ മ്ലേച്ഛതയോ ഭോഷ്കോ പ്രവർത്തിക്കുന്നവര് ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലായി കാണും. വെള്ള ധരിക്കുക എന്ന് പറഞ്ഞാൽ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിടുക, അശുദ്ധിയും മ്ലേച്ഛത ഭോഷ്ക് അതെല്ലാം വിട്ടിട്ട് ജീവിത വിശുദ്ധിയും നവീകരണവും കാത്തു സൂക്ഷിക്കുകയും, അങ്ങനെയുള്ള ആളുകളുടെ പേര് പൗരത്വ രജിസ്റ്ററിൽ ജീവപുസ്തകത്തിൽ ഉണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർദീസിനെ കർത്താവ് ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ അവിടെ നാം കാണുന്നുണ്ട്. അത് കള്ളക്രിസ്തുവാണ്. അത് നമുക്ക് പിന്നീട് 13-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനവും അർത്ഥമൊക്കെ നോക്കാം. ഈ മൃഗത്തെ നമസ്കരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ മൃഗത്തെ നമസ്കരിക്കാതെ ഇരിക്കുന്നത്. അതിനുള്ള കൃപ അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് കൊടുക്കുന്നത്. വെളിപ്പാട് 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് മഹദിയാം ബാബിലോണിന്റെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ, മഹദിയാം ബാബിലോൺ എന്ന് പറയുമ്പോൾ വ്യാജസഭ, വ്യാജമായിട്ടുള്ള എല്ലാ ആത്മീയതയും അതിനെ ന്യായം വിധിക്കുന്നതിനോടുള്ള ബന്ധത്തില് മഹദിയാം ബാബിലോൺ ഇരിക്കുന്ന ഒരു മൃഗത്തെ കാണുന്നുണ്ട്. ആ മൃഗത്തെ കാണുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ അതിനെ കണ്ട് അതിശയിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേര് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഇതുവരെയും അത് എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് അതിനുള്ളൊരു അവസരമാണ്. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, രക്ഷ പ്രാപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പുതുതായി സ്വർഗീയ പൗരന്മാരായി ജനിക്കുമ്പോൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിലും ജീവപുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ഞാൻ ചില വേദഭാഗങ്ങൾ പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, മറ്റു പല പുസ്തകങ്ങളിലും ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, സങ്കീർത്തനം 69-ന്റെ 28, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20 മുതലായവ. ഒന്നുകൂടെ പറയാം. പുറപ്പാട് 32, സങ്കീർത്തനം 69-ന്റെ 28, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഈ വാക്യങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യമാണ്. യേശു തന്റെ ശിഷ്യന്മാരെ പരിശീലനത്തിനായിട്ട്, ശുശ്രൂഷയ്ക്കായിട്ട് ഈ ലോകത്തിൽ അയക്കുകയുണ്ടായി. അവർ മടങ്ങി വന്ന് ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങുന്നുവെന്നും അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് മറുപടിയായിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് സന്തോഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവസാന കാലത്ത് കുറെ ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് ഭൂതങ്ങൾ കീഴടങ്ങി, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോൾ എന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ കർത്താവ് പറയും, വെയിറ്റ്, ഞാൻ പുസ്തകം നോക്കട്ടെ, നിങ്ങളുടെ പേര് ഇതിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ വാക്യം അവിടെ ഇല്ല, ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് നോക്കിയിട്ട് പേര് കാണാത്തത് കൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ട് ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങിയോ, നമ്മൾ അത്ഭുതങ്ങൾ ചെയ്തോ, പ്രവചിച്ചോ എന്നുള്ളതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. പേര് സ്വർഗത്തിൽ എഴുതുന്നത് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയെക്കുറിച്ച് എബ്രായ ലേഖനം 12:23 നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ആ വാക്യത്തിൽ നാം കാണുന്നത് സ്വർഗത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു പ്രസക്തമായിട്ടുള്ള കാര്യം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അപ്പോൾ നമ്മളുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അവിടെ പേരുള്ളവരുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയുക. അല്ലാത്തവരുടെ പേര് അവിടെ ഏറ്റുപറയുകയല്ല. അങ്ങനെ ഏറ്റുപറയുന്നവരാണ് നിത്യജീവനിലേക്ക് പോകുന്നത്. പുസ്തകത്തിൽ പേരില്ലാത്തവർ നിത്യ അഗ്നിയിലേക്കും ദണ്ഡനത്തിലേക്കുമാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. യേശു പിതാവിന്റെ സന്നിധിയിൽ അവന്റെ ദൂതന്മാരുടെ മുമ്പിൽ പേരേറ്റുപറയും എന്ന കാര്യവും കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇതേ കാര്യം മർക്കോസിന്റെ സുവിശേഷം 8:38-ലും ലൂക്കോസ് 12:8-ലും 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. മത്തായി സുവിശേഷം 10:33 മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഇതാണ് കർത്താവ് പറഞ്ഞത്. ചുരുക്കത്തിൽ സർദീസിന് കൊടുത്ത മുന്നറിയിപ്പ്, സഭകളിൽ നാം സുഖലോലുപരായി സഭാജീവിതത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായാൽ ആ സഭ സാവധാനം നിർജീവമാകും, മരിക്കും. പ്രോത്സാഹന വചനവും യേശു സർദീസിന് നൽകി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമർപ്പണമുള്ള ജീവനുള്ള ഒരു ശേഷിപ്പ് സഭയിൽ ഉള്ളിടത്തോളം, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ തയ്യാറുള്ളിടത്തോളം ആ സഭയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഉണർവിനായി യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഉറങ്ങി മരിച്ചവരായി നിർജീവനായി ഇരിക്കുന്നതിനല്ല. ഒരു സഭയുടെ ഏറ്റവും വലിയ സവിശേഷത അവന് ജീവൻ ഉണ്ടായിരിക്കണം. ഒരു മോണുമെന്റ് ആയിട്ടിരിക്കുന്നതിനല്ല, ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇരിക്കുന്നതിനല്ല, ഒരു യാന്ത്രിക പ്രവർത്തനത്തിൽ ഇരിക്കുന്നതിനല്ല കർത്താവ് സഭയെ വിളിച്ചിരിക്കുന്നത്. ചൈതന്യമുള്ള ജീവനുള്ള ഒരു സഭയായിട്ട് സമൂഹത്തെ സ്വാധീനിക്കുന്നതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതിനാണ് ഉണർവ് എന്ന് പറയുന്നത്. ഉണർവിനുള്ള ആഹ്വാനമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ തരുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫേസ്യർ 5:14 ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇതൊരു ഉദ്ധരണിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, ഉണർവും ചൈതന്യമുള്ളവരായിട്ടിരിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭാ ചരിത്രപരമായി സാർദീസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഇരുളടഞ്ഞ കാലഘട്ടത്തിന് ശേഷം വന്ന മതനവീകരണ കാലഘട്ടം, റെഫർമേഷൻ കാലഘട്ടത്തെയാണ് സർദീസ് സൂചിപ്പിക്കുന്നത്. റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട
നവീകൃത സഭകൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ഈ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. മതനവീകരണത്തിന്റെ ഫലമായിട്ടാണ് നവീകൃത സഭകൾ ഉണ്ടായത്. റെഫർമേഷൻ കോൺട്രിബ്യൂട്ടഡ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ജോൺ നോക്സ് മുതലായവരിൽ പ്രവർത്തിച്ചു. പാരമ്പര്യത്തിൽ അഭിരമിച്ചുകൊണ്ടിരുന്നാൽ രക്ഷ പ്രാപിക്കയില്ല എന്ന് മനസ്സിലാക്കിയ ഈ നേതാക്കന്മാരാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച്, കൃപയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ദൈവവചനത്തിന്റെ ആധികാരികതയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ സബ്സ്റ്റിറ്റ്യൂഷണൽ സാക്രിഫൈസ് അല്ലെങ്കിൽ നമുക്ക് പകരമായി ക്രിസ്തു യാഗമായതിനെക്കുറിച്ച് ഈ കാര്യങ്ങളുടെയൊക്കെ പ്രസക്തി സഭയ്ക്കും ലോകത്തിനും ബോധ്യപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് യേശു നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ നവീകരണവും മുരടിച്ചുപോയി. പൂർണ്ണ സത്യങ്ങളിൽ എത്തിച്ചേരാൻ അവർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറഞ്ഞത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു എന്നും യേശു പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ജീവനുള്ളവൻ എന്ന് തോന്നാം, എന്നാൽ മരണാസന്നനാണ് എന്ന യാഥാർത്ഥ്യം ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ മനസ്സിലാക്കി എങ്കിൽ കൊള്ളാമായിരുന്നു. അവരെ നോക്കിയാൽ അവർക്ക് ആ തിരിച്ചറിവില്ല, അവര് മരണാസന്നരായി കഴിയുകയാണ് എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. പൂർണ്ണ സത്യം മതനവീകരണം കൊണ്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മറക്കരുത്. മറന്നാൽ, ഉറങ്ങിപ്പോയാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുമില്ല എന്ന് മാത്രമല്ല, ശത്രു നമ്മെ ചതിക്കും. അവന്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം. സർദീസിലെ കാവൽക്കാർ അവിശ്വസ്തരായ 2 സന്ദർഭങ്ങളിലും ശത്രുക്കൾ അവരെ കീഴ്പ്പെടുത്തിയ ചരിത്രം നാം പരാമർശിക്കുകയും പഠിക്കുകയും ചെയ്തത് ഓർക്കുക. യേശു പറഞ്ഞു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. നവീകൃത സഭകൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ യേശുവിന്റെ മടങ്ങിവരവിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി അധപ്പതിച്ചു. വിശ്വാസനീതിയെക്കുറിച്ചൊക്കെ അവർക്ക് ബോധ്യമുണ്ടായി, അതിലൊക്കെ കുറച്ച് അവർ മുമ്പോട്ട് പോയി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പൂർണ്ണ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കൂട്ടമായിട്ടാണ് ഇന്ന് ഈ നവീകൃത സഭകൾ ഇരിക്കുന്നത്. അവരവരുടേതായ ഉപദേശ സംഹിതകളും അവരവരുടേതായ പള്ളികളും അവരവരുടേതായ സെമിനാരികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഒക്കെ പണിതുയർത്തി അതിൽ സന്തോഷിക്കുന്നതിൽ മാത്രമായി അവരുടെ ശ്രദ്ധ. അവൻ അടുക്ക വാതുക്കലായിരിക്കുന്നു, ഏത് നേരത്തും അവൻ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടാം. അവനെ എതിരേൽപ്പാനുള്ള ആകാംക്ഷയും ഒരുക്കവും ആവശ്യമാണ് എന്ന കാര്യം ഇന്നത്തെ നവീകൃത സഭകൾക്ക് അന്യമായിരിക്കുന്നു. നാം വചനം പരിശോധിക്കുമ്പോൾ നാം ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണമെന്ന് ഈ സഭകൾ ഇന്ന് പഠിപ്പിക്കുന്നില്ല. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നവീകൃത സഭകൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മറന്നുപോയിരിക്കുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. മതനവീകരണവും നവീകൃത സഭകളും റെഫർമേഷനും പ്രൊട്ടസ്റ്റന്റ് സഭകളും വചനത്തിൽ നിന്ന് ചിലതെല്ലാം കണ്ടെത്തി, സത്യമാണ്. എന്നാൽ പിന്നെയും വചനസത്യങ്ങൾ, പിന്നെയും വചനത്തിന്റെ മർമ്മങ്ങൾ കിടക്കുകയാണ്. അതിനായി അവർ ദാഹിക്കുന്നില്ല, അതിന്റെ ആഴങ്ങളിലേക്ക് പോകണം എന്നവർ ആഗ്രഹിക്കുന്നില്ല. ഉദാഹരണത്തിന് അവര് പുതിയ കാര്യങ്ങളൊക്കെ ചില ഉപദേശങ്ങൾ കണ്ടെത്തിയെങ്കിൽ തന്നെയും അവർ അപ്പോസ്തോലിക കാലഘട്ടത്തിലെ സഭയുടെ നിലയിലേക്ക് ഇനിയും ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ആത്മീയ നിലവാരത്തിലേക്ക് ഈ സഭകൾക്ക് ഉയരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് മുറുകെ പിടിച്ച് മാനസാന്തരപ്പെട്ട് മുന്നേറുക. പ്രാപിച്ച പലതും പ്രൊട്ടസ്റ്റന്റ് സഭകൾ, നവീകൃത സഭകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇന്ന് മിക്കവാറും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ദൈവവചനത്തിന്റെ ദൈവശ്വാസീയതയെക്കുറിച്ച് ഉറപ്പില്ല. അതിനെ അവർ പലരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു.
അവർക്ക് അതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ തന്നെ മുഴുവൻ ദൈവത്തിന്റെ വചനമല്ല, അതിൽ അവിടെ ഇവിടെ ദൈവത്തിന്റെ വചനം കാണുമെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് അവർക്ക് വലിയ ആഴമായിട്ടുള്ള ബോധമില്ല. ദൈവകൃപയുടെ പ്രവൃത്തി എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. കൃപയുടെ സുവിശേഷം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അതൊന്നും അവരുടെ പ്രസംഗ വിഷയം അല്ല. ലിബറേഷൻ തിയോളജിയും അതുപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും ഈ സഭകളിലേക്ക് കടന്ന് കയറി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നാം പറയുകയാണെങ്കിൽ നിയമവാദം അല്ലെങ്കിൽ ലീഗലിസം സഭയിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഏത് സഭയ്ക്കും എന്തൊക്കെയോ കുറെ ചിട്ടകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയാൽ, ഡൂസ് ആൻഡ് ഡോൺസ്, ഒരു ക്രിസ്ത്യാനി ആയാൽ, ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായാൽ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നൊരു ചിന്ത, ലീഗലിസം, നിയമവാദം സഭയിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഉയർന്ന മലയിലിരുന്ന സർദീസിന്റെ ഒരു പ്രധാന പ്രശ്നം ഓർക്കുന്നുണ്ടല്ലോ. ആ സർദീസ് അഭിമുഖീകരിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിശാസ്ത്രപരമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണൊലിപ്പാണ്. അതുപോലെ തന്നെ സഭയിൽ നിന്ന് ഇന്ന് ധാരാളം ഉറച്ച മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അവരത് അറിയുന്നുമില്ല. അവരുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ നിൽക്കുന്നത് ഉറച്ച ഗ്രൗണ്ടിലല്ല, ഉറച്ച നിലത്തല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. വഴുവഴുപ്പിലാണ് അവർ നിൽക്കുന്നത്. ഉണരുക എന്ന് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇസ്രായേൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശേഷിപ്പിന്റെ പ്രാധാന്യം നമുക്ക് കാണാനായിട്ട് കഴിയും. സർദീസിനോടും കർത്താവ് പറഞ്ഞത് ഒരു ശേഷിപ്പിനെ കുറിച്ചാണ്, ചാവാറായ ശേഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നാം വായിക്കുമ്പോൾ, ലൂക്കോസ് 12:32 യേശു തന്റെ സഭയെ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് വിശേഷിപ്പിച്ചത് ഓർക്കുക. ചെറിയ ആട്ടിൻകൂട്ടം. എന്നാൽ ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ നവീകൃത സഭകളിൽ ഒരു ചെറിയ ആട്ടിൻകൂട്ടം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സഭകൾ ചെറിയ ആട്ടിൻകൂട്ടമായിട്ടില്ല, എന്നാൽ സഭകളിൽ ഒരു ചെറിയ ആട്ടിൻകൂട്ടം ഉണ്ട്. വചനത്തെ സ്നേഹിക്കുന്നവരും കർത്താവിനോട് വിശ്വസ്തത ആചരിക്കുന്നവരും വചനം പ്രമാണിക്കുകയും പാരമ്പര്യത്താൽ മലിനപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ ആട്ടിൻകൂട്ടം ഇന്ന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പേര് പറഞ്ഞ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ജോൺ നോക്സ് മുതലായ ആളുകൾ, പിന്നീട് അതിന് പുറകെ വന്ന പരദേശി മോക്ഷയാത്ര എഴുതിയ ജോൺ ബെനിയൻ, മെത്തോഡിസ്റ്റ് സഭ സ്ഥാപിച്ച ഇംഗ്ലണ്ടിലെ ആത്മീയ ചൈതന്യത്തിനും ആത്മീയ ഉണർവിനും നേതൃത്വം കൊടുത്ത ജോൺ വെസ്ലി, ആഫ്രിക്കയിൽ സുവിശേഷമായി കടന്നുപോയി ആഫ്രിക്കയെ സുവിശേഷീകരിക്കുന്നതിനായിട്ട് ശ്രദ്ധിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഇന്ത്യയിൽ സുവിശേഷ മുന്നേറ്റത്തിനായിട്ട് പ്രവർത്തിച്ച വില്യം കേറി മുതലായവർ ഈ ചെറിയ ആട്ടിൻകൂട്ടത്തിൽപ്പെട്ട ചിലരാണ്. ഇതുപോലെ ധാരാളം ആളുകളുടെ പേരുകളും സംഭാവനകളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ സംഭാവനകളും ഇപ്പോൾ ഓർമ്മയായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് ജയിക്കുന്നവൻ എന്ന് പറയുന്നത്. ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ മായാതെയിരിക്കും. ഞാനിത് മായ്ച്ചു കളയുകയില്ല. അവന്റെ പേര് ഞാൻ പിതാവിന്റെ സന്നിധിയിൽ, ദൂതന്മാരുടെ സന്നിധിയിൽ ഏറ്റുപറയും എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആദാമിന്റെ വംശപാരമ്പര്യം നമുക്ക് കാണാം. അത് മുഴുവൻ പേരുകളായതുകൊണ്ട് ഒരുപക്ഷെ വായിക്കുവാൻ നാം വലിയ താല്പര്യം കാണിക്കുമായിരിക്കുകയില്ല. എന്നാൽ നിങ്ങളത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പ്രയോഗം പിന്നെ അവൻ മരിച്ചു എന്നുള്ളതാണ്. പിന്നെ അവൻ മരിച്ചു. ആദാമിന്റെ വംശപാരമ്പര്യത്തിൽ മരണത്തിന്റെ ഒരു പട്ടികയാണ്, മരണത്തിന്റെ ഒരു ചരിത്രമാണ് നാം കാണുന്നത്. എന്നാൽ പുതിയ നിയമം തുറക്കുമ്പോൾ ഒന്നാമത് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു വംശാവലി കിടപ്പുണ്ട്. വംശപാരമ്പര്യം, എങ്ങനെയാണ് യേശു വന്നത് എന്നത് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനിപ്പിച്ചു 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 എന്ന പ്രയോഗമാണ് നമുക്ക് ആവർത്തിച്ച് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആദാമിൽ എല്ലാവരും മരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇതൊരു സത്യമാണ്, ഒരു നിത്യസത്യമാണ്. ജീവൻ പ്രാപിച്ചവരുടെ പേര് ജീവപുസ്തകത്തിൽ
മായാതെ നിൽക്കും, എന്നും അതവിടെ ഉണ്ടാവും. യേശു അത് ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വർഗത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. നമ്മുടെ മറ്റു നേട്ടങ്ങളൊന്നുമല്ല, ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങിയതല്ല. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ളതിലാണ് നാം സന്തോഷിക്കേണ്ടത്. നാം ക്രിസ്തുവിനോട് ചേർന്ന് ജീവൻ പ്രാപിച്ച് ജീവൻ നിലനിർത്തി മുന്നേറുന്നുണ്ടോ എന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും തങ്ങളെ തന്നെ പരിശോധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയുള്ളവരായിരിക്കാം. ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ആദാമിന്റെ വംശപാരമ്പര്യത്തിൽ അതാണ് നാം കാണുന്നത്. എന്നാൽ ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. കർത്താവായ യേശുക്രിസ്തുവിൽ ജനിച്ച ആളുകൾക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ്. അവർക്ക് ജീവൻ സമൃദ്ധിയായിട്ടുള്ള ജീവനായും നിത്യജീവനായിട്ടും മാറുന്ന അനുഭവമാണുള്ളത്. ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തുടരുവാൻ ആത്മാവ് നമുക്ക് ആലോചന തരികയാണ് ചെയ്യുന്നത്. സർദീസിന് കൊടുത്ത സന്ദേശം നമ്മൾ പഠിക്കുമ്പോൾ ജീവപുസ്തകത്തിലുള്ള പേര് അവിടെ തുടരുവാൻ തക്കവണ്ണം നമ്മുടെ ഉടുപ്പ് മലിനമാകാതെ അത് ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നതിന് വചനാനുസരണത്താലും പ്രാർത്ഥനയാലും ആത്മാവിന്റെ നവീകരണത്താലും ഒക്കെ അത് സജീവമായിട്ട് സൂക്ഷിക്കുന്നതിനായിട്ടാണ് ആത്മാവ് നമുക്ക് ആലോചന തരുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സർദീസിലെ സഭയ്ക്ക് കൊടുത്ത സന്ദേശം ചുരുക്കമായിട്ട് നാം ഒന്ന് പുനരവലോകനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വചനം ഒരു കണ്ണാടിയാണ് എന്ന് പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്ക് നമ്മെ തന്നെ നോക്കി തിരുത്തുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ദൈവവചനം. ഈ സർദീസിലെ സന്ദേശവും മാറ്റമില്ലാത്ത ദൈവവചനത്തിലെ ഭാഗമായതുകൊണ്ട് അതൊരു കണ്ണാടിയായിട്ട് നാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നാം പാരമ്പര്യത്തിൽ ജീവിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവനുള്ളവനെന്ന് പേരും മരിച്ച അവസ്ഥയും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എ മാൻ, എ മൂവ്മെന്റ്, എ മെഷീൻ, എ മോണുമെന്റ്. ഒരു മനുഷ്യന് ദർശനം ലഭിച്ചൊരു ഒരു പുതിയ ജീവൻ പകർന്ന ഒരു കാര്യം തുടങ്ങുന്നു. അതൊരു മുന്നേറ്റമായിട്ട്, ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വരുന്നു. പിന്നീട് അത് യാന്ത്രികമായിട്ട് മാറുന്നു. അതൊരു ചരിത്ര സ്മാരകമായി അവസാനിക്കുന്നു. അങ്ങനെ ഇരിക്കുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ജീവന്റെ കണികയെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പ്രത്യാശയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ പുതുജീവൻ പകരുവാൻ യേശുവിന് കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആത്മാവിനാൽ. ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ ശക്തിപ്പെട്ട് ആത്മാവിൽ വളരുകയും എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ചെയ്യുകയും ചെയ്യുന്നതിനായിട്ട്. നേതൃത്വം ആ തരത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ, നേതാക്കന്മാരൊക്കെ അവന്റെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ പ്രവൃത്തി കർത്താവ് അറിയുന്നുണ്ട്. പഴയകാല നേട്ടത്തിലും പാരമ്പര്യത്തിലും പുകഴുന്ന ഇന്നത്തെ അവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം മരിച്ച അവസ്ഥയിലാണ്. അവിടെ കാവൽക്കാരുടെ അവിശ്വസ്തതയാണ് പരാജയത്തിന് കാരണമായതെന്ന് പഠിച്ചത് ഓർക്കുക. ആ സഭ, സർദീസിലെ സഭ വാസ് നോട്ട് ഡേഞ്ചറസ് ഓർ ഡിസയറബിൾ. നിർഗുണന്മാരായിട്ടിരിക്കുവാനല്ല, സമൂഹത്തെ സ്വാധീനിക്കുന്നവരായിട്ടിരിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഉപദേശം നൽകിയത്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് ഓർത്ത് അത് കാത്ത് മാനസാന്തരപ്പെടുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നമ്മുടെ ആവശ്യം ഉണർവാണ്. ഉണർവിന് എന്ത് വേണം എന്ന് പല ആവർത്തി ഈ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകുകയും ആ അവസ്ഥ അപകടകരമാണെന്ന് തിരിച്ചറിയുകയും അത് മാറ്റുന്നതിനായിട്ട്, ജീവൻ പ്രാപിക്കുന്നതിനായിട്ട് മാനസാന്തരത്തിലേക്ക് വരികയും ചെയ്യുക. നമ്മുടെ അവസ്ഥ അറിയുന്നില്ലെങ്കിൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ സഭകളിലും ഒരു ശേഷിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉടുപ്പ് മലിനമാകാത്ത ഒരു ശേഷിപ്പ്. ആ ശേഷിപ്പിലാണ് ദൈവം പ്രതീക്ഷ വെക്കുന്നത്. അവര് കേട്ട വചനം ഓർത്ത് അനുസരിക്കുകയും അത് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് തയ്യാറാകുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി വെക്കുകയാണ്. യോഗ്യന്മാർ, ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ അവന്റെ പേര് പിതാവിന്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഞാൻ ഏറ്റുപറയും. അവസാനത്തോളം ജീവിത വിശുദ്ധി കാക്കുക എന്നുള്ളത്, സജീവമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സുപ്രധാനമാണ്. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടുവാനും അത് അവിടെ തന്നെ മായാതെ നിൽക്കുവാനും നാം ജീവനുള്ളവരായിട്ട്, വിശുദ്ധിയുള്ളവരായിട്ട്, കർത്താവ് നമ്മുടെ പേര് പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് നമ്മോട് പറയുന്ന
നല്ല വചനങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏതെങ്കിലും മേഖലകളിൽ നിർജീവത, ചടങ്ങുകൾ, പാരമ്പര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് വിട്ടൊഴിഞ്ഞിട്ട് കർത്താവിൻ്റെ കൂടെ ജീവനുള്ളവനായിട്ട്, സമൃദ്ധമായിട്ടുള്ള ജീവനുള്ളവനായിട്ട്, നിത്യജീവന്റെ ഉടമയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവകൃപയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് ഞങ്ങൾ പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സർദീസിലെ സഭയ്ക്ക് അവിടുന്ന് കൊടുത്ത സന്ദേശം ഞങ്ങൾ ശ്രവിച്ചു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലും പല കാര്യങ്ങളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പുകഴുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരർത്ഥവുമില്ല. ഇന്ന് നീ ഞങ്ങളെ നോക്കുമ്പോൾ ഉണർന്നിരിക്കുന്നവരും ഒരുങ്ങിയിരിക്കുന്നവരും ജീവനുള്ളവരുമായിരിക്കണം എന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവെ, പേര് മാത്രം പോരല്ലോ, തീർച്ചയായിട്ടും ജീവനുള്ളവരായിട്ടിരിക്കാൻ തക്കവണ്ണം എല്ലാ നിർജീവ അവസ്ഥകളെയും കർത്താവെ ഞങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ സമൃദ്ധമായിട്ടുള്ള ജീവനാൽ, നിത്യജീവനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ള ധരിച്ചുകൊണ്ട് നിന്റെ കൂടെ നടക്കുവാൻ, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ മായാതെ നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വിഘാതമായിട്ടുള്ള എല്ലാറ്റിനെയും കർത്താവ് നീക്കി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കൃപയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.